ഹായ്, എഡ്യൂക്കേഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, നേഴ്സിംഗൊക്കെ ഒരുപാട് കുട്ടികളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം നല്ല ഫീസുകൾ പല കോളേജസിൽ വരുന്നുണ്ട്. അപ്പം ലോൺ ആശ്രയിച്ച് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ ഇവർക്ക് പലർക്കും എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരുപാട് സംശയമുണ്ട്. അതിന് കോളേജിൽ നിന്ന് എന്താണ്, കോളേജ് എന്ത് സപ്പോർട്ടാണ് ലോണിന് തരിക എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടലുണ്ട്. അതുവഴി നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണം. നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണോ നമ്മൾ ലോൺ എടുക്കാൻ പോകുന്നത് ആ ബാങ്കിൽ നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളത് അവർ നമുക്ക് പറയും. അതേപോലെ തന്നെ അടുത്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന കോഴ്സിന് അതാത് വാല്യൂ അല്ലെങ്കിൽ എല്ലാവിധ അഫിലിയേഷൻസും ഉള്ള കോളേജ് ആണെന്ന് ഫസ്റ്റ് നോക്കും. ബാങ്ക് അത് പ്രത്യേകിച്ച് നോക്കും. അഫിലിയേഷൻസ് ഇല്ലാത്ത കോളേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോണിന് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവിധ അഫിലിയേഷൻസ്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് എല്ലാവിധ അഫിലിയേഷൻസും ഉള്ളതാണോ എന്ന് ആദ്യം തന്നെ ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തരക്കാരുടെ നമ്പറിൽ വിളിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസിൽ എല്ലാ അഫിലിയേഷൻസോടും കൂടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് നിങ്ങളുടെ അഡ്മിഷൻ ഞങ്ങൾ കൺഫേം ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ലോണിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും, മീൻസ് ലോണിന് വേണ്ടുന്നത് എന്തൊക്കെയാണ്, നമുക്ക് കോളേജിൽ നിന്ന് ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഈ കുട്ടി ഈ ഇന്ന കോഴ്സിന് ഇവിടെ ഇന്ന വർഷം പഠിക്കുന്നു എന്നുള്ള രീതിയിൽ കോളേജ് നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരും. എത്ര ഫീസിനാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ കോളേജ് നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരും. അപ്പോൾ ആ ഒരു പേപ്പറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട എന്താണ്, ആ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സിനുള്ള എന്തൊക്കെയാണ് അഫിലിയേഷൻസ്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കൂടെയാണ് നമുക്ക് ഒരു ബാങ്കിൽ ലോണിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. പിന്നെ നമ്മുടെ മാർക്ക്, ഒരു കോഴ്സിന് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു മാർക്ക് പെർസെൻറ്റേജ് ഉണ്ട്. അത് +2 നമുക്കത് ഉണ്ടാവണം. അപ്പം പെർസെൻറ്റേജ് ഒക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ചില ബാങ്കുകൾ എന്ത് ചെയ്യും, തരാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പം ഓരോ ബാങ്കുകളും ഓരോ രീതിയാണ്. ഇപ്പോൾ പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലോൺ കിട്ടാനുള്ള സാധ്യതകളും ചില ബാങ്കുകളിൽ കൂടുതലാണ്, ചില ബാങ്കുകളിൽ കുറവാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അപ്പം നമുക്ക് ഇതൊക്കെയാണ് ഒരു ലോണിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സും, അതേപോലെ തന്നെ കോളേജിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പം ഈ താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളുടെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളെ ഒരു പെർഫെക്റ്റ് ഗൈഡായിട്ട് അവർ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഈ നമ്പറിൽ വിളിച്ചു, ഇപ്പം തന്നെ വിളിച്ചു. നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഓക്കെ, ബൈ.